ഇന്നേ ഇന്ന് നമ്മുടെ കൂവേൻ്റെ വിളവെടുപ്പാണ് കേട്ടോ. അപ്പോൾ കൂവയുടെ ചെടി അങ്ങനെ നിൽപ്പുണ്ട്. അതിൽ നിന്ന് കിഴങ്ങും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ പ്രാവശ്യം ഞാൻ കൂവ നട്ടിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കൂവ നട്ടതിൻ്റെ വിത്ത് കിടന്ന് കിളുത്തതാണ് കേട്ടോ. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഇതിലുള്ള കിഴങ്ങൊക്കെ നമുക്ക് പിറക്കിയെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കൂവക്കിഴങ്ങിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കിഴങ്ങ് വർഗ്ഗത്തിലെ ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണമുള്ള ഒരു കിഴങ്ങ് വിളയാണ് ഈ കൂവ. ഈ കൂവേൻ്റെ പൊടിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഫുഡായിട്ട് കൊടുക്കാറുള്ളത്. അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങളുള്ള ഈ കൂവയെ ഇപ്പോൾ അങ്ങനെ ആരും കൃഷിയൊന്നും ചെയ്യാറില്ല. എന്നാലും ഞാനിതൊന്നും ഇതിൻ്റെ വിത്തൊന്നും അങ്ങോട്ട് കളയാറില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങെടുത്ത് ഞങ്ങൾ പുഴുങ്ങി കഴിക്കുകയാണ് പതിവ്. ഇപ്രാവശ്യം നല്ല വിളവ് കുറവുണ്ട്. അത് കാരണം എന്താണെന്നറിയാമോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിത്ത് കിടന്നിട്ട് ഇങ്ങനെ കിളുത്തിട്ട് വന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വിളവ് കുറവ്. ഇപ്പോൾ വിളവ് കുറഞ്ഞാലും കുഴപ്പമില്ല, ഇത്രയെങ്കിലും കിട്ടിയല്ലോ നമുക്ക്. പണ്ടൊക്കെ ഞങ്ങളുടെ പറമ്പിൽ നിറയെ കൂവയുടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ അടുത്ത് ഞങ്ങളെ ഇവിടങ്ങളിലൊന്നും അങ്ങനെ ആരും കൃഷി ചെയ്യാറില്ല ഈ കൂവ. ഇപ്പോൾ കൃഷി ചെയ്യാനും അടുക്കളത്തോട്ടം ഒരുക്കാനും ഒക്കെ എല്ലാവർക്കും മടിയാണ് കേട്ടോ. എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഞാൻ ഇതൊക്കെ അങ്ങനെ കൃഷി ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം കൃഷി ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത് വീണ് കിടന്ന് കിളുത്ത് വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തേത് കേട്ടോ. നമ്മുടെ വീട്ടുപറമ്പിലൊരു അടുക്കള തോട്ടം ഉണ്ടാക്കിയാൽ നമ്മൾ ഉത്സാഹിച്ച് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയും ഒരു മനസ്സ് നിറയുന്ന ഒരു അനുഭവമാണ് കിട്ടുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് വിഷമയമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ അത് ആരോഗ്യകരമായ ഭക്ഷണമാവുമല്ലോ. പിന്നെ ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഈ കിഴങ്ങിനെ പറ്റിയൊന്നും അങ്ങനെ ഒരു അറിവുമില്ല കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് പിരിഞ്ഞ് വരുമ്പോഴത്തേനും ഞങ്ങളുടെ പേരൻ്റൊക്കെ ഇതൊക്കെ ഇങ്ങനെ പുഴുങ്ങി വലിയ കലത്തിൽ ഇങ്ങനെ പുഴുങ്ങിയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് വെച്ചിരിക്കും. ഞങ്ങളത് പെറുക്കി കഴിക്കും. നല്ല സ്വാദോടുകൂടി പെറുക്കി കഴിക്കും കേട്ടോ. ഞങ്ങൾ സഹോദരങ്ങൾ ഇങ്ങനെ കടിപിടി കൂട്ടിയാണ് ഇങ്ങനെ കഴിക്കാറുള്ളത്. അത് നല്ല രുചിയോടുകൂടി ആസ്വദിച്ചാണ് കഴിക്കാറ്. അപ്പോൾ അന്നുള്ള രുചിയൊന്നും ഇന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നില്ല. അതെന്താണെന്നറിയാമോ? അന്നൊന്നും ഭക്ഷണമൊന്നും ഇല്ലായിരുന്നല്ലോ, കുറവല്ലേ. അപ്പോൾ എന്ത് കിട്ടിയാലും നമ്മൾ ആർത്തിയോടുകൂടി കഴിക്കുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതിയൊക്കെ ആകെ മാറി. എല്ലാ വീടുകളിലും ഭക്ഷണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കഴിക്കാൻ എല്ലാവർക്കും മടിയാണ്. അതുപോലെ ജോലി ചെയ്യാനും ഇങ്ങനെ കൃഷി ചെയ്യാനും മടിയാണ്. അതുകൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ വിഷമയമുള്ള പച്ചക്കറികളൊക്കെ കഴിച്ച് രോഗവും അസുഖങ്ങളൊക്കെ ഇങ്ങനെ വന്നു കൂടി ചെറുപ്പത്തിലേ കിടപ്പിലാകുന്നതും വലിയ വലിയ അസുഖങ്ങളൊക്കെ ബാധിക്കുന്നതും എന്നും പിന്നെ ഡോക്ടറെ കാണാൻ പോകും. അതൊക്കെ തന്നെയാണ് പണി. നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ മാറി മറിഞ്ഞു പോയത് കൊണ്ടാണ് നമ്മളിപ്പോൾ രോഗിയൊക്കെ ആകി പോകുന്നത്. ഞാൻ കൃഷി ചെയ്ത വാഴച്ചേമ്പിൻ്റെ വീഡിയോ അത് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിരുന്നല്ലോ. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് ഞാൻ കൃഷി ചെയ്തുകൊണ്ട് തന്നെ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയ വിളവ്. അപ്പോൾ എനിക്കും എൻ്റെ കുട്ടികൾക്കും ഇന്ന് ഒരു നേരം കഴിക്കാനുള്ള വകയായി. ഞങ്ങളത് രുചിയോടുകൂടി കഴിക്കുന്നതാണ്. ഇതിങ്ങനെ നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേനും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അങ്ങനെയൊക്കെ ഇട്ട് ഇളക്കി എടുത്താൽ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണവും വാസന അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു രുചിയാണ്. അപ്പം നല്ല ആരോഗ്യ ഗുണകരമായ കിഴങ്ങായതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യത്തോടു കൂടി ഇത് കഴിക്കാവുന്നതാണ്.